ഇദ്ദേഹത്തിൻ്റെ കൈ കണ്ടോ, ആകെ വിറങ്ങലിച്ച് തണുത്ത് വിറങ്ങലിച്ചിട്ടാണ് ഇരിക്കുന്നത്. രാത്രി 8 മണിക്ക് മുമ്പ് തന്നെ അവിടെ വന്ന് കിടന്നതാണ്. ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫുഡിൻ്റെ പൊതി പോലും കഴിക്കാൻ പറ്റാതെ, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെയാണ് അദ്ദേഹം ക്ഷീണിച്ചിട്ട് കിടന്നുറങ്ങുന്നത്. നമുക്ക് രാത്രി 12 മണിക്കാണ് കോൾ വരുന്നത്. അപ്പോൾ 7 മണിക്ക്, അതായത് 8 മണിക്ക് മുമ്പ് തന്നെ വന്ന് കിടന്ന അദ്ദേഹം 12 മണി വരെ ആ മഴയത്താണ് അവിടെ കിടന്നിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് നടപടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അധികൃതരോട് നമ്മൾ നടപടി എടുക്കാൻ പറഞ്ഞു, അവരും എടുത്തില്ല. പക്ഷേ നമ്മൾ 100ലേക്ക് വിളിച്ചു കഴിഞ്ഞ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അവിടെ വരികയും പ്രോപ്പറായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം നന്നായിട്ട് ഓഡിറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ല രീതിയിൽ അത് പ്രവർത്തിക്കും. അപ്പോൾ എന്തായാലും 100 എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ പൂർണ്ണമായിട്ടും നന്ദി അറിയിക്കുന്നു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 8 മണിക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് വിറങ്ങലിച്ച് കിടക്കുന്ന ആ ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് 100 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചതാണ് കാരണമായതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.